നമുക്കിന്ന് അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് കപ്പ ഉണ്ടാക്കാം. അത് ഇന്നലെ വെച്ച കപ്പയാണ്. ഇന്നലെ വെച്ചതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛന് കടുക് പൊട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ രാവിലെ ദോശ, ഇഡ്ഡലി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നൂല. നമ്മളിങ്ങനെ കപ്പ എന്തെങ്കിലും കിഴങ്ങൊക്കെ പുഴുങ്ങി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്നും. അല്ലെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോഴത്തേനും കഞ്ഞി കൊടുക്കുക. അങ്ങനെയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി വന്ന് നിന്നതാണ്. എനിക്കാണെങ്കിൽ 2 ദിവസമായിട്ട് ഭയങ്കര തലവേദനയായിരുന്നു. ഞാൻ മെഡിസിനൊന്നും കഴിച്ചിട്ടുമില്ല. വിക്സ് ഇങ്ങനെ വാരി വാരി തേക്കുകയായിരുന്നു. ഒരു പകുതി ടിന്ന് വിക്സ് ഞാൻ തീർത്തിട്ടുണ്ട് 2 ദിവസമായിട്ട് തേച്ച്. അതുകൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴും തെളിഞ്ഞിട്ടൊന്നുമില്ല. ഭയങ്കരമായിട്ടിങ്ങനെ എന്തോ ഭയങ്കര കനവും തലയ്ക്ക്. പിന്നെ ഇന്ന് നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ, വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ കിച്ചണിലാണ് ചെയ്യുന്നത്. ഹാളിലൊക്കെ നമ്മൾ ചെയ്തു. ഹാളിൽ പുറത്തത്തെ റൂമൊക്കെ അടിച്ചതാണ്. ഇപ്പോൾ ഇന്ന് കിച്ചണാണ്. അപ്പോൾ ഞാൻ അച്ഛനുള്ളത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെക്കാൻ അനിയത്തീൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അനിയത്തി അമ്മയും കൂടെ സൈഡിൽ നിന്ന് അത് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ പോയിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാത്രം കഴുകാൻ പോയി. പാത്രം കഴുകി കഴിഞ്ഞ് നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ നന്നാക്കണം. ഈ 3 മീനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നാക്കണം. ഞാൻ പോയി അത് നന്നാക്കി കൊടുത്തു. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. നന്നാക്കുന്നൊന്നും ആവണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് നന്നാക്കി കൊടുത്ത് വന്നപ്പോൾ ഉണ്ട് അച്ഛനും അനിയത്തിയും കൂടെ ഇവിടെ പെയിൻറ്റ് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു വെള്ളം കൂട്ടി. അപ്പോൾ ഞാൻ കുറച്ച് നേരം പെയിൻറ്റ് മിക്സ് ചെയ്യുന്നത് നോക്കി നിന്നു. ഇത് നമ്മൾ സെക്കൻഡ് എടുത്തതാട്ടോ. ആദ്യം എടുത്ത പെയിൻറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ആദ്യം എടുത്ത പെയിൻറ്റ് നമ്മൾ റൂമും അച്ഛൻ്റെ റൂമിൻ്റെ പകുതി വരെ അടിക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ പെയിൻറ്റ് വാങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് വേറൊരു കുഞ്ഞു ബക്കറ്റിലേക്ക് എടുത്തിട്ടാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു 200 രൂപേൻ്റെ കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. റെഡീം കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബക്കറ്റിൽ നിന്ന് നമുക്ക് 200 രൂപേൻ്റെ കിട്ടിയത് കേട്ടോ. പിന്നെ ഇവളെ മൈൻഡാക്കുന്നില്ല. നമ്മളിങ്ങനെ ഓരോ പണിയായതുകൊണ്ട് അവളെ മൈൻഡാക്കുന്നില്ല. അപ്പോൾ അവൾ അവിടെ കയറി കിടന്നു. പിന്നെ ഇവൾക്ക് പിന്നെ മൈൻഡാക്കിയാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അവൾ അതിലിങ്ങനെ നടന്നോളും. ഇന്ന് മീൻ വാങ്ങിയതുകൊണ്ട് ഡൈനിങ് ടേബിളിലാണ് അപ്പോൾ അടുപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക. പിന്നെ ഇവളോട് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അച്ഛൻ അതൊക്കെ മേലെ നനച്ച് പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. അച്ഛൻ തന്നെയാണ് കേട്ടോ പെയിൻ്റ് അടിക്കുന്നത്. ഇതെനിക്ക് അടിക്കാൻ കുറച്ച് നേരം നന്നായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.